സർ, മാധവ പൊതുവാൾ എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യരെ എം.വി. ഗോവിന്ദൻ കണ്ടു. അത് വൻ വിവാദമായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ്. പക്ഷേ മാധവ പൊതുവാൾ ആരാണ്? ഒരു ജ്യോത്സ്യൻ എന്ന രീതിയിൽ മാത്രം അറിയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മാധവ പൊതുവാൾ യഥാർത്ഥത്തിൽ ഒരിക്കൽ അമിത്ഷാ ജയിൽ മോചിതനാകും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. മോദിക്ക് ഒരു അപൂർവ ചക്രവർത്തി യോഗമുണ്ടെന്ന് പ്രവചിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുന്ന ഒരു ജ്യോത്സ്യനെ കണ്ട് സുഖാന്വേഷണം നടത്തി പോരാൻ മാത്രം എം.വി. ഗോവിന്ദന് അദ്ദേഹവുമായി സൗഹൃദമുണ്ടെങ്കിലും ഇത്തരത്തിൽ വിശ്വാസപൂർവം കാര്യങ്ങൾ പ്രവചിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ പലരും ഇപ്പോൾ അന്വേഷിക്കുന്നത് ആരാണ് ഈ മാധവ പൊതുവാൾ എന്നുള്ളതാണ്. ഈ വിവാദങ്ങളുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം? യഥാർത്ഥത്തില് പൊതുവാളിന് ഇങ്ങനൊരു പ്രചാരണത്തിന്റെ ആവശ്യം, ബിസിനസ്, അതായത് ജ്യോത്സ്യം നോക്കാൻ ആൾ വരാൻ ഇങ്ങനൊരു പ്രചാരണം നടത്തേണ്ട കാര്യമില്ല. അപ്പം അദ്ദേഹത്തിന്റെ അത് വളരെ സൗമ്യനും വളരെ ശാന്തനുമായിട്ട് ജീവിക്കുന്ന ഒരു ജ്യോതിഷിയാണ് അദ്ദേഹം. അപ്പം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തക മാധവ പൊതുവാളിനോട് ചോദിക്കുന്ന കേട്ടു, എന്താണ് ഗോവിന്ദമാഷ് എന്തിനാണ് ഇവിടെ വന്നത്? അദ്ദേഹം വളരെ സൗമ്യനായതുകൊണ്ട് അതിനുള്ള മറുപടി പറഞ്ഞ് നേരത്തെയുള്ള സൗഹൃദത്തിനനുസരിച്ചിട്ട് അദ്ദേഹം തന്നെ കാണാൻ വന്നതാണ്. തനിക്ക് തൻ്റെ രോഗവിവരങ്ങളൊക്കെ എന്തോ അദ്ദേഹത്തിന് രോഗം ഉണ്ടായിരുന്നു തോന്നുന്നു, രോഗവിവരങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ്. ഞാനാണെങ്കിൽ അങ്ങനെ ചോദിക്കില്ല. ഞാനാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ വന്ന പോലെ ഓരോ വ്യക്തികൾക്കും വരുമ്പോൾ അവരുടേതായ കാര്യങ്ങളിലാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയക്കാരുടെ സൗഹൃദ സന്ദർശനങ്ങൾ വെറും സൗഹൃദ സന്ദർശനങ്ങളൊന്നും ആവുകയില്ല. കേരളത്തില് ഏതാണ്ട് സംഘടനാപരമായിട്ട് 3 ലക്ഷത്തോളം ജ്യോത്സ്യന്മാരുണ്ട്. ഈ ജ്യോത്സ്യന്മാരുടെ സംഘടനയിലെ ഒരു ഹൈസയുള്ള ഒരു വ്യക്തിയാണ് മാധവ പൊതുവാള്. അപ്പൊ അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇത്രയും പേരുടെ വോട്ട്, അല്ലെങ്കിൽ ഈ ജ്യോതിഷികളുടെ വോട്ട് ഇടതു മുന്നണിക്കൊപ്പം കിട്ടണം. അത് ഏത് രാഷ്ട്രീയക്കാരന്റെ അവകാശമാണ്. അത് ഏത് വോട്ടറെയും സമീപിച്ച് ആവശ്യപ്പെടുക എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു സമയമുണ്ട്, കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ മാർക്സിസ്റ്റുകാരും ജ്യോത്സ്യന്മാരെ കാണത്തില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. തിരുവിതാംകൂറില് ഒരു പ്രഗത്ഭനായ നേതാവ്, അല്ലെങ്കിൽ വളരെ അതിപ്രശസ്തനായ യുക്തിവാദിയായ നിരീശ്വരവാദിയായ നേതാവ്, അദ്ദേഹത്തിന്റെ പേരില് മണ്ണാർശാല അമ്പലത്തിൽ നിത്യവും അദ്ദേഹത്തിന്റെ പിറന്നാളിനെല്ലാം അവിടെ മുട്ടയും പാലും നിവേദിച്ചിരുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പൊ ഗോവിന്ദ മാസ്റ്റർ മാധവ പൊതുവാളിനെ കണ്ടതിൽ എന്തെങ്കിലും ജ്യോതിഷ സംബന്ധമായ വിഷയമുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം അവരൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യത്തില് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല രാഷ്ട്രീയമായിട്ട്. കാരണം ഈ രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. അവർക്ക് വീഴ്ചയോ ഉയർച്ചയോ ശരിക്കും പറഞ്ഞാൽ ഇല്ല. അവര് സമഭാവനയോടെ കാണുന്നതാണ്. ബാക്കിയൊക്കെ അവരുടെ അഭിനയമാണ്. അവര് ചില നേതാക്കന്മാരൊക്കെ കെ കരുണാകരനൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരുടെ രാഷ്ട്രീയത്തിനെ ബാധിക്കുന്ന കാര്യവുമല്ല. അവര് രാഷ്ട്രീയം നിർവഹിക്കുന്നത് ഏതെങ്കിലും ജ്യോതിഷയുടെ അഭിപ്രായത്തെ വെച്ചിട്ടുമല്ല. ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ചന്ദ്രസ്വാമി. അപ്പൊ ഈ പറയുന്ന എവിടെയാണ് സംശയം വരുന്നത്? സംശയം വരുന്നിടത്താണ്. അതായത് 71 ശേഷമൊക്കെയാണ് ഇന്ദിരാഗാന്ധിക്ക് സംശയം വന്നു തുടങ്ങിയത്. അപ്പൊ ഇപ്പം എം.വി. ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിന്റെ കാര്യങ്ങളൊന്നുമില്ല. രാഷ്ട്രീയത്തിന്റെ അകത്തൊരു സംശയത്തിന്റെ കാര്യമില്ല. അത് പിന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്ന പോലെ പിണറായിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി ജ്യോത്സ്യനെ കണ്ടു, ഇനി കൂടോത്രം ചെയ്യുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നീട് ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം അമിത്ഷായുടെ ജയിൽ വിമോചനം പറഞ്ഞിരുന്നു. പിന്നെ നരേന്ദ്രമോദിയുടെ ചക്രവർത്തി
ഒരു ചക്രവർത്തി സ്ഥാനത്തെത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ പ്രൊപ്പഗൻഡയാണ്. ഇതൊക്കെ അവരുടെ രാഷ്ട്രീയക്കാരുടെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരിതങ്ങ് മുതലാക്കും. അതിൽ കൂടുതലൊന്നും സംഭവിക്കത്തില്ല. പത്രക്കാർ നോക്കിയിരിക്കുകയുള്ളൂ. ഈ അമിത്ഷായുടെയൊക്കെ അല്ലെങ്കിൽ ആരുടെയും ജ്യോതിഷം, ഈ ജ്യോതിഷത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം, ജ്യോതിഷം എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലുണ്ടായിരുന്ന ജ്യോതിഷം എന്ന് പറയുന്ന സമയം കുറിക്കാനുള്ള, അതായത് സൂര്യചന്ദ്രന്മാരുടെയും നക്ഷത്രങ്ങളുടെയും ഗതിവിഗതികൾ നോക്കി സമയം കുറിക്കുന്ന ഒരു ശാസ്ത്രം മാത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് കൃഷി ഇറക്കാനും പിന്നീട് അതുപോലുള്ള കാര്യങ്ങൾക്ക് ഒക്കെയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ പല ഭാഗങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യവനമാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് യവന ദേശത്ത് നിന്ന്, ഗ്രീസിൽ നിന്ന് ആണെന്ന് തോന്നുന്നു ഇതിന്റെ പ്രവചന സ്വഭാവം എന്നത്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇടപാടാണ്. 50% ശരിയാകാം, 50% തെറ്റാകാം. അപ്പൊ അതുകൊണ്ട് ഇതിൽ എന്താണ് ഈ പറയുന്ന പ്രവചനങ്ങളെ നമ്മൾ അധികമായിട്ട് ബോധിക്കേണ്ട കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് ഇദ്ദേഹം ജൈനനാണ് അമിത്ഷാ. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം ഈ ജ്യോതിഷമൊന്നും ബാധിക്കുകയല്ല അദ്ദേഹത്തിനെ. കാരണം അവര് കർമ്മയുടെ ഇതിലാണ് വിശ്വസിക്കുന്ന ആളുകളാണ് ജൈനന്മാര് പ്രധാനമായിട്ടും. അപ്പം നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ അനുഭവമായിട്ട് വരത്തുള്ളൂ. ജയിലിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. നിരന്തരമായിട്ട് ജയിലിൽ തുടരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പം ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജ്യോതിഷന്മാരെ തള്ളി പറയേണ്ടിയും വരും. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കേരളത്തില് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യർക്ക് മൊത്തം ആശങ്കയാണ്. ഇപ്പം ഗോവിന്ദമാഷ് മാധവ പൊതുവാളിനെ പോയി കണ്ടത് വളരെ സ്വകാര്യമായ നിസ്സാരമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സുഖാന്വേഷണത്തിന് പോയതാണെങ്കിൽ പോലും അത് കാണുന്നവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ, അതായത് നമ്മൾ എന്ന് പറയുന്ന വ്യക്തികളുടെ ആശങ്ക അവരിലേക്ക് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ നരേന്ദ്രമോദിയുടെ ചക്രവർത്തി പദം, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഒരുപാട് പറയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ട്രാജക്ടറി എന്ന് പറയുന്നത് ഒരു കാലത്ത് അദ്ദേഹം നാടുവിട്ട് ഇന്ത്യ മൊത്തം സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അക്കൂട്ടത്തിൽ ഹിമാലയത്തിലൊക്കെ പോയിട്ടുണ്ട്. ഹിമാലയത്തിലെ എന്താണ് ഈ ഗുഹകളിലൊക്കെ വസിക്കുന്ന സന്യാസിമാരും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അവരുടെ അടുത്തൊക്കെ ഇരുന്ന് അവരുടെ പാദസേവയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പൊ 2014 അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദം പോലും ഏത് ജ്യോത്സ്യൻ പറഞ്ഞില്ലെങ്കിൽ പോലും അത് ഇന്ത്യൻ സന്യാസി മണ്ഡലത്തിന്റെ ഒരു നിർദ്ദേശമായിട്ടാണ് കേട്ടിട്ടുള്ളത്. കാരണം 2011 തൊട്ട്, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം തൊട്ട് കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ പ്രമുഖരായ പല സന്യാസിമാരും അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇദ്ദേഹമാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. ആ സമയത്ത് ഇവിടെ അഴിമതി വിരുദ്ധ സമരം നടത്തിയ സംഘടനകളും അതിന്റെ കൂട്ടാളികളും കൂടെ പ്രതീക്ഷിച്ചിരുന്നത് അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയാകുമെന്നാണ്. അതുപോലെ ഒരാളാണ്. പക്ഷേ 2014 ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ച എല്ലാവരും നോക്കി നിൽക്കെയാണ് അഡ്വാനിയെ പോലും ഒഴിവാക്കിക്കൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻസിനെ നമ്മൾ ഭൗതികമായിട്ട് തന്നെ നിരീക്ഷിച്ചാൽ മതിയാകും. അതിന് ഒരു ജ്യോത്സ്യന്റെ സർട്ടിഫിക്കറ്റ് യഥാർത്ഥത്തിൽ വേണ്ട. ഇദ്ദേഹത്തിന്റെ ഒരു സഞ്ചാരപഥം എങ്ങോട്ടായിരിക്കും എന്നുള്ളതിന്. പിന്നെ ഇത് തുടർന്നു വന്ന കാര്യങ്ങളിൽ അദ്ദേഹം അത് ഉറപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചത്. അദ്ദേഹം പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. അന്ന് എല്ലാവരും പരിഹസിച്ചു, ഇങ്ങനെ സഞ്ചരിക്കുന്ന പ്രധാനമന്ത്രി, ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിനോടൊക്കെ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. അതായത് പ്രധാനമന്ത്രി പോകുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്, മറ്റ് അലോസരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ട്രംപിനെ പോലുള്ളവര് ബഹളം വെച്ചിട്ടും ഇദ്ദേഹം പ്രതികരിക്കുന്നില്ല. അപ്പം അതും ഒരു ജ്യോത്സ്യന്റെ സർട്ടിഫിക്കറ്റിന് ശേഷം കിട്ടേണ്ട ഒരു കാര്യമല്ല. ഇതൊക്കെ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളെ കൂട്ടിക്കഴിക്കുന്ന, അതായത്
പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു ശീലം എന്ന് പറയുന്നത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങളെ ഇങ്ങനെ കൂട്ടിക്കുഴച്ചിട്ട് ഒരുതരം അവിയൽ രൂപത്തിൽ ഇതിനെയൊക്കെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എം.വി. ഗോവിന്ദൻ ന്റെ ഒരു പൊളിറ്റിക്കൽ മൂവ് എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ലക്ഷത്തോളം വരുന്ന ജ്യോത്സ്യന്മാരുടെ പിന്തുണ ഉറപ്പാക്കുക. അതിന് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ജ്യോതിഷ കുലപതിയെ കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളത് എൻ്റെ ഒരു ഊഹമാണ്. അതിനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയുള്ള പലവിധ മേഖലകളിൽ, അതായത് എന്താ ഈ പാരമ്പര്യ വൈദ്യന്മാര് അവരുടെ ഒക്കെ ഇവിടെയൊക്കെ സ്വാധീനമുണ്ട് ഈ രാഷ്ട്രീയക്കാർക്ക്. അപ്പം പ്രത്യേകിച്ച് CPM-ന് അവരെയൊക്കെ പോയി കാണും. അപ്പം ഉടൻ തന്നെ നമ്മൾ പറയരുത് പാരമ്പര്യ വൈദ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പറയരുത് അദ്ദേഹം ചികിത്സയ്ക്ക് പോയതാണ് എന്ന് പറയാൻ പാടില്ല. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ഇല്ലാത്ത കാര്യത്തെ, അതായത് അടച്ചിട്ട ഇരുട്ടുമുറിയിൽ കറുത്ത പൂച്ചയെ തേടുന്ന ഈ പരിപാടി കേരളത്തിലെ മാധ്യമങ്ങൾ അവസാനിപ്പിച്ചാൽ തന്നെ ഒരു ആശ്വാസമാകും. എന്തായാലും എം.വി. ഗോവിന്ദൻ, അതായത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എന്തിന് ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലൈം ലൈറ്റിൽ നിന്നിരുന്നു. മിക്ക മാധ്യമങ്ങളും അത് വലിയൊരു വിവാദമാക്കി, വലിയൊരു വാർത്തയാക്കി മാറ്റുകയും ചെയ്തിരുന്നു. മാധവ് പൊതുവാൾ ആരാണ് എന്നാണ് അതിനുശേഷം പലരും അന്വേഷിച്ചത്. മിക്ക വാർത്താ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ ഉൾപ്പെടെ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മോദിക്ക് ചക്രവർത്തി യോഗമുണ്ടെന്നും അമിത്ഷാ ജയിൽ മോചിതനാകുമെന്ന് താൻ പ്രവചിച്ചിട്ടുണ്ടെന്നുമുള്ള കാര്യങ്ങൾ ഉറക്കെ മാധ്യമങ്ങൾക്ക് പരസ്യമായ ഒരു ബൈറ്റ് രൂപത്തിൽ നൽകുന്നതുമൊക്കെ. ഇത്തരത്തിൽ മാധവ് പൊതുവാളിനെ കുറിച്ചും എം.വി. ഗോവിന്ദനെ കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമാണ്, വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.